ഒരുപാട് ഹൗസ്ഫുൾ ഷോസായി. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസമായിട്ട് കൂടി ഇത്രയധികം ഹൗസ്ഫുൾ ഷോസ് വരുന്നു എന്ന് പറയുന്നത് ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ആണ്. ഈ സിനിമയുടെ വിജയം നമ്മളിപ്പോൾ പല ഫെസ്റ്റിവലുകളിൽ പോയി ഒരുപാട് അംഗീകാരങ്ങൾ ഈ സിനിമ കിട്ടി. പക്ഷേ ഈ സിനിമ ഒരു ഫെസ്റ്റിവൽ സിനിമയായിട്ടല്ല നമ്മൾ കൺസീവ് ചെയ്തത്. ഈ സിനിമ ഒരു 100% ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സസ്പെൻസ് ഡ്രാമയാണ്, സസ്പെൻസ് ത്രില്ലറാണ്, ക്രൈം സസ്പെൻസ് ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആളുകൾക്ക് ഇഷ്ടമാകുന്നത് അവരെ ഈ സിനിമ എൻ്റർടൈൻ ചെയ്യിക്കുന്നതുകൊണ്ടിട്ടാണ്, അവരെ ത്രില്ല് ചെയ്യിക്കുന്നതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഈ സിനിമ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകുന്നുള്ളതിൽ നമുക്ക് ഒരു സംശയമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രൊമോഷൻ മുഴുവൻ ചെയ്ത്. പക്ഷെ ആ പ്രൊമോഷനൊക്കെ ഫലം കണ്ടു. ഇപ്പോൾ ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് വന്നു ഓൾറെഡി. ഇപ്പോൾ തന്നെ സാധാരണ ഒരു ഇപ്പോൾ ഒരു സ്റ്റാർ പവർ ഇല്ലാത്ത പടങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കുമല്ലോ. പക്ഷേ ഇന്ന് തന്നെ ഇത്രക്കധികം ഹൗസ്ഫുൾ ഷോസ് വന്നതും തിയേറ്ററുകളിൽ കൂടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 90 തിയേറ്റേഴ്സ് ഉണ്ട്, അത് കൂടാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സിനിമ കമേഴ്ഷ്യലി വയബിളായി അല്ലെങ്കിൽ കമേഴ്ഷ്യലി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ ആളുകളെ സിനിമ കാണിക്കുക. ആക്ടർ പിടിച്ചില്ലല്ലേ എല്ലാ ഇപ്പോൾ ഒരാളെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മറ്റേ സെറിൻ്റെ പെർഫോമൻസിന്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള നടികളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന മറ്റേ നടിയാണ്. സെറിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഞാൻ സെറിൻ്റെ സിനിമകൾ കണ്ടിട്ട് സെറിൻ്റെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഫിലിം പോലെയാണ് ഞാൻ ആട്ടം കാണുന്നത്. ഇനിയാണ് സെറിൻ്റെ പണി തുടങ്ങാൻ പോകുന്നത്. അടിപൊളിയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ഞാൻ ആട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ പെർഫോം ചെയ്യുമ്പോൾ എസ്പെഷ്യലി ചാർജിനായിട്ടുള്ള സീൻസ് ഒന്നും കൂടുതലില്ലായിരുന്നു. പക്ഷേ വിനയും ബാക്കിയുള്ള ചേട്ടന്മാരും ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സ്തബ്ധമായിട്ട് നോക്കിയിരിക്കും. അത് പെട്ടുപോകും. പക്ഷേ അടുത്ത റിയാക്ഷനും ഡയലോഗ് ഞാനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ ടേക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന മെമ്മറീസ് എല്ലാം മിക്കതും നടന്ന ആട്ടത്തിൻ്റെ ഷൂട്ട് ഡേയ്സിലാണ്. നമ്മുടെ ആ റിഹേഴ്സൽ സമയവും 35 ദിവസം റിഹേഴ്സൽ ചെയ്ത് എല്ലാം വളരെ അതിൻ്റെ പ്രതിഫലം എല്ലാം കാണുന്നുണ്ട്. വെരി വെരി ഹാപ്പി. നന്നായിട്ടുണ്ട്, സൂപ്പറാണ്. അതിൽ എടുത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ നാടകക്കാരെന്നുള്ളതാണ് അതിൽ വലിയൊരു പ്രത്യേകത. അങ്ങനെ നമ്മുടെ സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ഒരു വിഷയത്തെ വളരെ തീവ്രമായി അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ഉള്ളിൽ വളരെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വലിയ ഒരു ഗംഭീരമായ ഒരു വിഷയം കൂടി ചർച്ച ചെയ്യുന്ന സമകാലിക പ്രസക്തിയുള്ള സിനിമ കൂടി ആണിത്. അതുകൊണ്ട് കാണേണ്ട ഇതുപോലുള്ള സിനിമകൾ വിജയിക്കേണ്ടത് കൂടി നമ്മുടെ ഇന്നത്തെ വരുന്ന പല സിനിമകളെക്കുറിച്ച് പലരും ചില സിനിമകൾ കണ്ടിട്ട് എന്ത് കോപ്പരായോ കാണിച്ചു വെച്ചിരിക്കണമെന്നൊക്കെ പറയുന്ന കാലത്ത് ഇതുപോലുള്ള സിനിമകൾക്ക് കൂടി തിയേറ്ററിലും പ്രേക്ഷകരിലും അട്രാക്ട് ചെയ്യാൻ കഴിയുമ്പോൾ ആണ് നല്ല സിനിമകൾ കൂടി വരുന്നത്. അതാണ് ഈ സിനിമയുടെ വിജയമായി മാറേണ്ടത്. എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഗംഭീരമായി, സംവിധായകരും അതിനൊപ്പം തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഗംഭീരമായി പെർഫോം ചെയ്യുന്ന സിനിമയാണ്. സിനിമ കാണേണ്ട സിനിമയാണ്. ഭയങ്കര സന്തോഷം. നമ്മളിത് കുറച്ച് നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി. അപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടതാണ്. ഈ സിനിമ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ സിനിമയാണ്. അപ്പോൾ അത് പ്രേക്ഷകരാണ് അവസാനം അവർ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടിറങ്ങിയ എല്ലാ പ്രേക്ഷകരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരും ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്ന് ഇനി കാണാത്തവരോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അറിയില്ല, നമുക്ക് നോക്കണം. അതാണ് പ്രതീക്ഷയാണ്. ഇപ്പോൾ എല്ലാവരും ഇത്രയും നാൾ തട്ടത്തിൻമറയത്തിലെ ക്യാരക്ടറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരുടെ മനസ്സിൽ ഈ ക്യാരക്ടറും കൂടെ എനിക്ക് പേഴ്സണലി ഇത് ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ 20 വർഷമായിട്ട് എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ്. ഒരു നാടകവേദിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. എനിക്ക് തോന്നുന്നു ഒരു നാടകവേദിയിൽ ഒരു നാടകം കളിച്ച ആളുകൾ ചെയ്യുന്ന ഒരു സിനിമ ചിലപ്പോൾ ആദ്യമായിരിക്കാം. കർണഭാരം എന്നുള്ള നാടകത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. വിനയ് തോട്ടും ഞാനൊക്കെ നമ്മളെല്ലാവരും ഒരേ ഗ്രൂപ്പിലായിരുന്നു സിനിമയ്ക്ക് പറഞ്ഞതിന് മുമ്പ്. അപ്പോൾ ആ ഗ്രൂപ്പ് ചെയ്തൊരു സിനിമയാണ്, ഞങ്ങളെ സുഹൃത്തുക്കൾ ചെയ്ത സിനിമയാണ്. അപ്പോൾ അത് ഇത്രയും ഓരോ അംഗീകാരങ്ങൾ നേടുക, എല്ലാവരും സ്വീകരിക്കുക എന്ന് പറഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷം.